ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടിൽ നടപടിയെടുക്കാതെ സർക്കാർ ചട്ടവിരുദ്ധമായി ഒഴിവാക്കിയ ഖണ്ഡികകൾ ലഭ്യമാക്കണമെന്ന റിപ്പോർട്ടർ പരാതിയിലും 5 ദിവസമായിട്ടും നടപടിയെടുത്തിട്ടില്ല. 11 ഖണ്ഡികകളാണ് ചട്ടവിരുദ്ധമായി റിപ്പോർട്ടിൽ നിന്ന് വെട്ടിമാറ്റിയത്. റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. റോഷിപാലിന്റെ അപേക്ഷയിൽ ഈ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾക്ക് എന്ത് പറ്റിയെന്ന മറുപടി എന്തേ വൈകുന്നു? സുജയ, ഒന്നും വ്യക്തമല്ല. കാരണം നമുക്ക് കഴിഞ്ഞ 19-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് അതിൻ്റെ ഭാഗികമായ പകർപ്പുകൾ കൈമാറിയത്. അത് വളരെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് അതിൽ ചട്ടവിരുദ്ധമായി 97 മുതൽ 107 വരെയുള്ള 11 പാരഗ്രാഫുകൾ 5 പേജുകൾ മാറ്റിയതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് എന്ത് സാഹചര്യത്തിലാണ് പേജുകൾ മാറ്റിവെച്ചത് എന്ന വിശദീകരണവും സാംസ്കാരിക വകുപ്പ് നൽകുന്നില്ല. നേരത്തെ തന്നെ ഈ കൈമാറുന്ന പേജുകൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവരെ തന്നെ ധരിപ്പിക്കണം, അവർക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കേൾക്കണമെന്നടക്കം വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടിരുന്നു. പക്ഷേ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പരിഗണിച്ചില്ല. അതിനൊപ്പം തന്നെ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് തള്ളിക്കൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷ് സിംഗ് തങ്കച്ചി ഭാഗികമായ പകർപ്പ് കൈമാറിയത്. ഏതായാലും ഇക്കാര്യത്തിൽ സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതി നൽകിയിട്ട് ഏതാണ്ട് 5 ദിവസമാകുന്നു. ഒരു മറുപടിയുമില്ല. വിവരാവകാശ കമ്മീഷണർക്കും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഈ പകർപ്പ് നൽകാൻ, ഈ 11 പാരഗ്രാഫ് നൽകാൻ എന്താണ് സാംസ്കാരിക വകുപ്പിന് മടി എന്ന കാര്യമാണ് വ്യക്തമാകാത്തത്. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് മറുപടി നൽകുന്നില്ല എന്ന ചോദ്യവുമുണ്ട് സുജയ, ഉത്തരം ലഭിക്കാതെ. ദിവസമായി പരാതി നൽകിയിട്ട് 19-ാം തീയതി തന്ന റിപ്പോർട്ടിൽ 5 പേജുകൾ 11 ഖണ്ഡികകൾ മിസ്സിംഗ് ആണല്ലോ സർ. 49 മുതൽ 53 വരെയുള്ള പേജുകൾ, 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾ. അതിന് തൊട്ട് മുൻപ് പറഞ്ഞു വെച്ച 96-ാമത്തെ പാരഗ്രാഫിൽ ഉന്നത സ്ഥാനീയരായ ആളുകളുടെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചാണല്ലോ സാർ പറയുന്നത്. അതിനുശേഷം പറയുന്നത് എൻട്രി കിട്ടുന്നതിനായി എങ്ങനെയാണ് സിനിമാ മേഖലയിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന വിവരങ്ങൾ ഇരകൾ വെളിപ്പെടുത്തിയെന്നുമാണ്. അപ്പോൾ അതിനിടയിലുള്ള പാരഗ്രാഫുകൾ മാറ്റിയത് അത് വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശിച്ചതല്ല. ആ പാരഗ്രാഫുകൾ മാറ്റിയത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ഉത്തരം കിട്ടുന്നത് വരെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.